ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫോറി ഫുഡീസ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന റസ്ക്കാണ്. നമ്മുടെ ഈ റസ്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ 3 ഗ്ലാസ് മൈദ, 1 ഗ്ലാസ് പാല്, 1/2 ഗ്ലാസ് പഞ്ചസാര, 3 സ്പൂൺ നെയ്യ്, 1 സ്പൂൺ ഈസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ കളറിന് വേണ്ടി 1 നുള്ളു മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്. ഇത് തീർത്തും ഓപ്ഷനിലാണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 3 ഗ്ലാസ് മൈദ ഇട്ട് നന്നായി ഒന്ന് ഇളക്കാം. മഞ്ഞൾപ്പൊടിയും ഈസ്റ്റും മൈദയും നന്നായി മിക്സ് ആവുന്ന പോലെ ഇളക്കി കൊടുക്കണം. എല്ലാം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ യോജിപ്പിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 നുള്ളു ഉപ്പ്, പഞ്ചസാര, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല്, ഇവ മൂന്നും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം മൈദ ഈസ്റ്റ് മിക്സ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് 1 സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് കൈ വെച്ചാണെങ്കിൽ ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒരുപാട് ടൈറ്റ് ആവാതെ കുഴച്ചെടുക്കണം. ഞാനിതിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു നനഞ്ഞ തുണി വെച്ച് 2 മണിക്കൂർ മൂടി വെക്കാം. നല്ല തണുപ്പുള്ള കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഞാനിവിടെ 2 മണിക്കൂർ വെക്കുന്നത്. ഇല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാലും മതി. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഏകദേശം ഇരട്ടിയോളം ആയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇതൊന്നുകൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ്, 3 സ്പൂൺ നെയ്യുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. 3 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പാത്രത്തിൽ വെച്ച് മിക്സ് ചെയ്യാൻ പാടാണെങ്കിൽ ഒരു ടേബിൾ ടോപ്പിലോട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താലും മതി. നല്ലപോലെ നെയ്യൊക്കെ മാവിൽ മിക്സ് ആക്കി എടുക്കണം. നന്നായി കുഴച്ചെടുക്കാം. നെയ്യ് ഒഴിച്ച് നന്നായി അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ പരുവത്തിൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈറ്റ് ആവാതെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു ടേബിളിലേക്ക് ഇട്ടിട്ട് ഷേപ്പ് ചെയ്ത് മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ ബോളാക്കാൻ വേണ്ടി ഉള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കണം. ഞാനിവിടെ 3 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് 6 ബൺ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഓരോ പീസും നന്നായി ഉരുട്ടി ബോളാക്കിയെടുക്കണം. ബോളെല്ലാം റെഡി ആയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് കൂടെ നനഞ്ഞ തുണി വെച്ച് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അതിൽ നിന്ന് ഓരോ ബോൾ എടുത്ത് ഇതുപോലെ കൈ വെച്ച് നന്നായി പരത്തി കൊടുക്കാം. റൗണ്ടിൽ ഇതുപോലെ പരത്തി എടുക്കണം. നമ്മൾ ഈ പരത്തിയ മാവ് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഓരോ തവണ മടക്കി ഇങ്ങനെ അമക്കി കൊടുക്കണം. അമക്കി കൊടുത്ത് അത് ഫുള്ള് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായി റോൾ ചെയ്യുക. റോൾ ചെയ്ത അവസാന ഭാഗം നന്നായി ഇതുപോലെ വിരൽ വെച്ച് അമർത്തി കൊടുക്കണം. ഇങ്ങനെ നന്നായി അമർത്തി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് വിടർന്നു പോകും. അതിനുശേഷം 2 സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതും നല്ലപോലെ വിരൽ വെച്ച് അമക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ബോൾസും റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ വെച്ച് നമുക്കിതൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഓവൻ യൂസ് ചെയ്താണ് ബേക്ക് ചെയ്തെടുക്കുക. അതുകൊണ്ടാണ് ഈ പ്ലേറ്റിൽ വെക്കുന്നത്. ഈ ഒരു പ്ലേറ്റിൽ 2 എണ്ണം വെക്കാം. ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വേണം വെക്കാൻ. നിങ്ങൾ സ്റ്റൗവിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാനിൻ്റെ അകത്ത് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ 10 മിനിറ്റ് വെച്ചാലും മതി. നമ്മുടെ ബൺ ഇവിടെ ബേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കണ്ടാൽ തന്നെ അറിയാം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്.
നമുക്കിനി ഇത് ചെറിയ ചെറിയ പീസാക്കി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് 3 മിനിറ്റ് വീതം 2 സൈഡും ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റസ്ക് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള റസ്ക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഇനി നമുക്കിത് ഓവൻ ഇല്ലാണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി നോക്കാം. അതിനു വേണ്ടി നമുക്കൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കാം. ദോശക്കല്ല് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നോൺ സ്റ്റിക്ക് പാനിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബണ്ണ് വെച്ച് കൊടുക്കാം. പാൻ വെച്ച് അടച്ചതിന് ശേഷം ആദ്യത്തെ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് ഒരു 5 മിനിറ്റോടെ ബേക്ക് ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റോടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബണ്ണ് ഇവിടെ റെഡിയായി. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഓവനിലൊക്കെ വെച്ചെടുക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണ്. ഓവനില്ലാത്തവർക്കും ഇതുപോലെ ട്രൈ ചെയ്യാം. ഒരു പാനിൽ വെച്ച് ഇങ്ങനെ ബണ്ണുണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റാണ്, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. നമുക്കിനി ഇത് റസ്ക് ആക്കാൻ വേണ്ടി മുമ്പത്തെ പോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കണം. നമ്മൾ ബണ്ണ് ബേക്ക് ചെയ്തെടുത്ത പോലെ തന്നെ ചൂടായ ദോശക്കല്ലിൻ്റെ മുകളിൽ പാൻ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാൻ. നമ്മുടെ പാനിൻ്റെ ചൂടിൻ്റെ അനുസരിച്ച് നമുക്ക് നോക്കിയെടുക്കാം. ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിടാം. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ മറ്റേ സൈഡും ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇതിങ്ങനെ വെക്കാം. നമ്മുടെ റസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും ഓവനിൽ വെച്ചെടുക്കുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള റസ്ക്കാണ്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്